ഫ്ലൈറ്റ് കയറി. അങ്ങനെ ഫ്ലൈറ്റിൽ ഈ കുട്ടികളെ ഇരുത്തണമെങ്കിൽ കുറച്ച് നല്ല ടോയ്സൊക്കെ കൊണ്ടുപോയിക്കൊള്ളട്ടെ. ഞാൻ 2 ആയിട്ടാണ് സിപ്പ് ലോക്ക് ചെയ്തത്. ഒന്ന് ഫ്ലൈറ്റിലിരുന്ന് കളിക്കാൻ പറ്റുന്നതും, പിന്നെ ഒന്ന് കുറച്ച് വലിയ സാധനങ്ങൾ. അതിപ്പോൾ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ റൂമിലിരിക്കുമ്പോഴോ അവൻ എന്തെങ്കിലുമൊക്കെ വാശിയോ അല്ലെങ്കിൽ ഇങ്ങനെ എൻഗേജ്ഡ് ആക്കണം എന്ന് തോന്നുമ്പോൾ കൊടുക്കാനുള്ളതും അത് സെപ്പറേറ്റ് ആക്കി പാക്ക് ചെയ്തതാണ് കേട്ടോ. ഫ്ലൈറ്റിൽ പോകുമ്പോൾ ഞാൻ മെയിനായിട്ട് സ്റ്റിക്കേഴ്സ് നല്ലതാണ്. സ്റ്റിക്കർ ഊരുക, ഒട്ടിക്കുക, അതൊക്കെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയായിരിക്കും. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഞാൻ ഫോട്ടോ വയ്ക്കാം കേട്ടോ. സ്റ്റിക്കർ സാധാരണ സ്റ്റിക്കർ നമ്മൾ പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ പറിച്ചൊട്ടിക്കുമായിരുന്നില്ലേ, അത് തന്നെ സ്റ്റിക്കേഴ്സ്. പിന്നെ അതുപോലെ പോപ്പപ്പ്, പിന്നെ എന്താ പറയുക, ഒരു പുഴുവിനെ പോലത്തെ ഒരു സാധനം, സെൻസറി ടോയ് ആണ് അത്. പിന്നെ ബിസി ബോക്സ് എന്ന് പറയില്ലേ, ബിസി ക്യൂബ്സ്. അപ്പം അങ്ങനത്തെ 2-3 സാധനങ്ങളാണ് ഞാൻ ആ സിപ്പ് ലോക്കിൽ വെച്ചിരുന്നത്. ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ പിക്ചർ വയ്ക്കാം. അപ്പോൾ അത് നിങ്ങൾക്ക് വാങ്ങിക്കാമല്ലോ. അപ്പോൾ അതൊക്കെയാണെങ്കിൽ കുറച്ച് നേരം അങ്ങനെ എൻഗേജ്ഡ് ആയിട്ട് ഇരുന്നോളും. ഒരു ഹാഫ് ടൈമൊക്കെ അവന് ബോധം ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് ഇപ്പോൾ പാലൊക്കെ കുടിച്ച് കുട്ടി ഉറങ്ങി. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ, നമ്മൾ ടേക്ക് ഓഫ് ചെയ്യുമ്പോഴും ലാൻഡ് ചെയ്യുമ്പോഴും ഫീഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. നമുക്ക് എല്ലാവർക്കും ഈ സ്റ്റേഷൻ ട്യൂബ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നോസിന് ഇയറിക്ക് ഒരു കണക്ഷൻ ഉണ്ട്, ഒരു ട്യൂബ്. അപ്പം ഈ സാധനം നമ്മുടെ എയർ പ്രഷർ ഡിഫറൻസ് വരുമ്പോൾ ബ്ലോക്ക് ആയിക്കഴിഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അടഞ്ഞ പോലെ ഉണ്ടാവും, പിന്നെ പെയിൻ ഉണ്ടാവും എല്ലാവർക്കും. വലിയവർക്ക് പിന്നെ പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ ഇതാണ് പ്രശ്നം എന്ന്. പക്ഷെ കുഞ്ഞുങ്ങളോട് എന്ത് പറയാനാണ്, അവർക്ക് വേദനിച്ച പാവങ്ങൾ. അപ്പം നമ്മൾ ഒന്നല്ലെങ്കിൽ ഫീഡ് ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും വെള്ളം എന്തെങ്കിലും കുടിക്കാൻ കൊടുക്കുക. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ അത് അടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ട്രിപ്പും സ്പോയിലാവും. അത് മാത്രമല്ല പാവം കുഞ്ഞുങ്ങൾക്ക് എന്താ പറയുക. പിന്നെ അതല്ലാതെ ഇയർ മഫ്സ് ഒക്കെ വെക്കുന്ന ആൾക്കാരുടെ അങ്ങനെയായാലും കുഴപ്പമില്ല. പക്ഷേ ഇയർ മഫ്സ് ഒക്കെ നല്ല കോസ്റ്റ്ലി ആണ്, ഞാൻ ആക്ച്വലി വാങ്ങിച്ചിട്ടില്ല. പിന്നെ ഏറ്റവും നല്ല ഫീഡ് ചെയ്യല്ലേ, ദാറ്റ് ഈസ് ബെറ്റർ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്തോളൂ. ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഞാൻ പറഞ്ഞ പോലെ ചെയ്താൽ മതി. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് ക്യൂ നിൽക്കാം. അപ്പം ഞങ്ങളുടെ മുന്നിലൊരു കപ്പിളുണ്ടായിരുന്നു, മലയാളി കപ്പിളാണ്. ബട്ട് പരിചയമൊന്നും പറ്റില്ല. ഇറ്റ്സ് ലൈക്ക് അവർ 2-3 ആൾക്കാർ മുന്നിലായിരുന്നു. ബട്ട് ഐ തിങ്ക് ദേ ആർ ന്യൂലി മാരീഡ് കപ്പിൾ. എന്ന് വെച്ചാൽ ദേ കാൻ സ്റ്റോപ്പ് ടച്ചിങ് ഈച്ച് അതർ. അപ്പം ഐ ഡോണ്ട് നോ, അത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇറ്റ് ഫെൽറ്റ് സോ ലൈക്ക് വി ആർ മിസ്സിങ് ഔട്ട് സംതിങ്. നമ്മൾ ഒരു റിയലൈസേഷൻ വരില്ലേ. പണ്ട് ആക്ച്വലി ഞങ്ങളും അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പോൾ വാവയൊക്കെ വന്നപ്പോൾ അവർ ലൈഫ് ചേഞ്ച് സോ മച്ച്. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ലൈഫിലൊരു പുതിയ ആൾ വന്നപ്പോൾ പണ്ടത്തെ പോലെ അങ്ങനെ റൊമാൻറ്റിക് ആവാനും ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് ദാറ്റ്